മംഗൂസ്റ്റിൻ്റെ അടുത്തോട്ട് പോകാം. വേണ്ട ഈ താഴെ എല്ലാം കിടക്കുന്നതുണ്ടോ, ഇതെല്ലാം ആഞ്ഞിലിച്ചക്കയാണ്. അത് മേളിൽ നിന്നൊരെണ്ണം ആരെങ്കിലും പറിച്ചു തന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം നമ്മൾ മംഗൂസ്റ്റിൻ്റെ അടുത്തെത്തി. കുറേ എണ്ണം ബ്രൗൺ കളറിൽ നിൽപ്പുണ്ട്. അപ്പം ഞാൻ രാവിലെ ഒരാളോട് പറഞ്ഞു ഒന്ന് പറക്കി ഒക്കെ ഒന്ന് വെക്കാവുന്നു. നോക്കട്ടെ വീണിട്ടുണ്ടോയെന്ന്. ഇതാണ് ഞങ്ങളുടെ മംഗൂസ്റ്റിൻ്റെ മരം. ഞങ്ങൾക്ക് 4-5 മൂട് മംഗൂസ്റ്റിനുണ്ട്. അതിലേറ്റവും കൂടുതൽ പിടിക്കുന്നത് ഇതിനകത്താണ്. ഇനി വേറെ ചെതറിക്കിടപ്പുണ്ട്. അതിനകത്ത് കൂടുതലും മഴ കാരണം എല്ലാം മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. ഇതൊക്കെ വലുതായി വരുമ്പോഴത്തേനും അങ്ങ് പോവാം. ഇതാണ് ബ്രൗൺ കളറായത് പറഞ്ഞത്. എത്ര എണ്ണമാണ് പൊഴിഞ്ഞ് കിടക്കുന്നത്. ഇനി മഴ മാറിയാലേ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. കുറേ എണ്ണം ഒന്നിച്ച് നമ്മൾ പറക്കിയെടുക്കാം. ഇനി കണ്ടില്ല ഉണ്ടോ, പനി ആയതുകൊണ്ടൊന്നും വരാൻ പറ്റിയില്ല. ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഇതെല്ലാം പറക്കിയെടുക്കാൻ. മണ്ണിനകത്ത് കുഴഞ്ഞ് കിടക്കുക. നോക്കട്ടെ ഇനി വല്ലതും ഉണ്ടോന്ന്. കുറച്ച് ഭാഗം വൃത്തിയാക്കി. ഇത് കണ്ടോ, നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേനാണ് ഇത് നല്ല വിളയുന്നത്, നല്ല വിളഞ്ഞു പഴുത്ത് വരുന്നത് അന്നേരമാണ്. അപ്പം ഞാൻ പനിക്ക് മുമ്പേ വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോയതായിരുന്നു. കുറേ എണ്ണം വീണ് കാണുമെന്ന് എൻ്റെ ഉദ്ദേശമുണ്ട്. അതാണ് ഞാനിവിടെ വന്നത്. കണ്ടോ, അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. ഇതിനകത്ത് തുരുതുരാ നിറഞ്ഞ കായ്കളായിരുന്നു. മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പം കിട്ടിയ ഇതാണ്. ഇനി ഓരോ ദിവസവും വന്ന് നമുക്ക് ഇത് പെറുക്കിയെടുക്കണം. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി ഒന്ന് നീറ്റാക്കി നമുക്ക് പോയി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഓക്കെ. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുത്തേ. പനിയായിട്ട് ഇരുന്നുകൊണ്ട് വെളിയിൽ ഇറങ്ങി നിന്ന് വന്ന് നടക്കുക. എന്നാലും ഇതൊക്കെ കളയാൻ പറ്റുമോ? ഇത് ഭയങ്കരമായിട്ട് പൊട്ടി വരുന്നത് എന്നതാ. മഴക്കാലം ഈ വർഷത്തെ ആദ്യത്തേത്. ഇവിടെ 4 മൂട് മംഗൂസിനുണ്ട്. ഒരെണ്ണത്തിലേത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത് പുറകിൽ നിന്ന് പൊട്ടി ഇങ്ങനെ വന്നു ഇങ്ങോട്ടുണ്ടോ ഉണ്ടല്ലേ. ഇതിൻ്റെ തോട് ഭയങ്കര കട്ടിയാണ്. ഇതിനകത്തുനിന്ന് വരാൻ മഴയായതുകൊണ്ട് മധുരം ഉണ്ടോ നോക്കട്ടെ. ഒത്തിരി വലുതായിപ്പോയി. നല്ല മധുരമുണ്ട്. മഴയായാലും മധുരമുണ്ട്. അതിനകത്ത് നീരാണ് കൂടുതൽ. ഞാനൊരു ഫുള്ളായിട്ടൊന്ന് പൊളിച്ച് നോക്കിയത്. മഴയായതുകൊണ്ട് എൻ്റെ തോടൊക്കെ അങ്ങ് കട്ടിയില്ലാതെയും വല്ലാതെയും ഇരിക്കുന്നു. മതി.